ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോയ സമയത്തുള്ളതാണേ. ചെടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഈ മഴയായിട്ടെല്ലാം പോയി. എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ രാവിലത്തെ ഈ ഒരു കാഴ്ച ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും നോക്കും, മുറ്റടിക്കുമ്പം എല്ലാ പൂവും ഉണ്ടോ, പൂവായിട്ടുണ്ടോ, ചെടികളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കും. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പൂമൊട്ടുകൾ കാണുമ്പോഴും പൂ കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ രാവിലെ തന്നെ മുറ്റമൊക്കെ കുറച്ച് നമുക്ക് നീട്ടമുണ്ട് മുറ്റത്തിന്. അപ്പം നല്ലോണം മുറ്റമൊക്കെ അടിച്ച് വാരാണ്ട് അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരി അച്ചൂട്ടൻ എന്തോ കളിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ അടുപ്പിൽ മുരിങ്ങത്തോരൻ ഉണ്ടാക്കുന്ന മാത്രം ഇടാമെന്ന് വെച്ച് എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അന്ന്. പക്ഷേ ഇന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും നമുക്കിന്ന് രാവിലെ തന്നെ ഒരു വാഴ ഒടിഞ്ഞ് വീണുകൊണ്ട് തന്നെ നമുക്ക് ഒരു വാഴക്കൊലയും അതുപോലെ തന്നെ ഒരു കുഞ്ഞു വാഴക്കൊല കേട്ടോ, വാഴക്കൊലയും വാഴക്കൂമ്പും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുരിങ്ങയിലുള്ളതുകൊണ്ട് തന്നെ വാഴക്കൂമ്പ് വെച്ചില്ല. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ വേലിച്ചീരയില്ലേ, മൈസൂർ ചീര, വാഴക്കൂമ്പ്, അങ്ങനത്തെ മുരിങ്ങയില തോരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പണ്ട് തൊട്ടേ അടുപ്പിൽ തീ ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ തോരനൊക്കെ വെച്ച് വെക്കും കേട്ടോ. പിന്നെ ഗ്യാസ് വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പം തന്നെ ആക്കി വെക്കും. പിന്നെ അങ്ങനെ പെട്ടെന്ന് തണുത്തു പോകുന്നില്ലല്ലോ. അങ്ങനെ എന്തായാലും അടുപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. പിന്നെ അടുപ്പിൻ്റെ അടുത്ത് വൃത്തിയില്ല എന്നൊന്നും ആരും പറയണ്ട. രാവിലെ നമ്മൾ അടിച്ചിതാക്കിയിട്ടാണ് തീ കത്തിക്കുന്നത്. പിന്നെ എൻ്റെ ഊതും കൊണ്ടാണ് ചാരം അങ്ങനെ പറക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കരി പിടിച്ച് തന്നെ കിടക്കുള്ളൂ, അടുപ്പല്ലേ, അപ്പോൾ കരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞൊരു തോടുണ്ട്, അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ ഭംഗി പോയ പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്ത് ഇതിലൊക്കെ നല്ല വെള്ളമൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല പച്ചപ്പ്, ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്ര വലിയ വെള്ളമൊന്നും ഇല്ലായിരുന്നു. എന്നാലും പണ്ട് നമ്മൾ ഇവിടെയൊക്കെ കുളിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ വ്യത്യാസം വന്നു, ഈ തോടിന് തന്നെ വ്യത്യാസം വന്നു കേട്ടോ. അപ്പം എന്തായാലും ഈ വഴി കൂടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാനൊക്കെ പറ്റും. ആ സമയത്ത് ഷോർട്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടുത്തെ ആയിരുന്നു ഫുള്ള് ഷോർട്സ് ഞാൻ വീട്ടിൽ പോയ സമയത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പപ്പ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന്. എവിടുന്നോ ഈ വാർപ്പുള്ള സമയത്ത് പപ്പ ബിരിയാണി കൊണ്ടുവരും കേട്ടോ. അങ്ങനത്തെ ബിരിയാണി കൊണ്ടുവന്നപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇടുക്കിയിലേക്ക് പോയി. ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ലോൺ അടയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, KSFയിൽ പോയി. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.